بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أمرنا بالإحسان والصلاة والسلام على من أتانا بالإسلام والإيمان وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم جزاء الإحسان بالإحسان وبعد. الدرس الأول الله رؤوف بالعباد. അള്ളാഹു അടിമകളോട് വളരെയേറെ കാരുണ്യമുള്ളവനാകുന്നു. ഹെഡിങ്ങിന്റെ അർത്ഥം അങ്ങനെയാണ്. ഇന്ന മിനൽ അജാഇബി, അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ഗഫ്ലത്തൽ അബ്ദി, ഒരടിമ അശ്രദ്ധനാവൽ. അൻ റഹ്മത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹത്തെ, റഹ്മത്തിനെ, കാരുണ്യത്തെ. വ നിഅമിഹി, അവൻ്റെ അനുഗ്രഹങ്ങളെയും കുറിച്ച്. തൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെയും കാരുണ്യത്തെയും കുറിച്ചൊരു മനുഷ്യൻ, ഒരു അടിമ അശ്രദ്ധനാവുക എന്നത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. മാ കൗനിഹി, അവനായിരിക്കലോടുകൂടി ഗരീഖൻ, മുങ്ങിയവനായിരിക്കലോടുകൂടി ഫി ബഹരി നിഅമിലില്ലാഹി, ദൈവികമായ അനുഗ്രഹങ്ങളുടെ കടലിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ മഹാസമുദ്രത്തിൽ അവൻ മുങ്ങിയിരിക്കെ തന്നെ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും ശ്രദ്ധയില്ലാത്തവനായി പോവുക എന്നത് വലിയ അത്ഭുതം തന്നെ. ലാ യൽതഫിതു, അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. യമീനൻ വല ശിമാല, വലത്തും ഇടത്തും അവൻ തിരിയുന്നില്ല. ഇല്ല വനിഅമുല്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായിട്ടല്ലാതെ, ലാഹിറത്തൻ അലൈഹി, അവന്റെ മേൽ പ്രകടമായിട്ടല്ലാതെ. വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മേൽ പ്രകടമാണ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് തിരിയുമ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ ചുറ്റുമുണ്ട്. എന്നിട്ടും അതേപോലെ തന്നെ മിനനുഹു മുസ്തമിറത്തുൻ അലൈഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ മേൽ സ്ഥിരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ ചോദിച്ചതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകി. അലാ ഹസബി മസാലിഹിക്കും, നിങ്ങളുടെ നന്മ, നിങ്ങൾക്ക് നല്ലതായതിനനുസരിച്ച്, നിങ്ങളുടെ നന്മക്കനുസരിച്ച്. നിങ്ങൾക്ക് നന്മ എന്താണോ, നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലതെന്താണോ അതൊക്കെ അവൻ നൽകിയിട്ടുണ്ട്. വഇൻ തഅദു നിഅമതല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ലാ തുഹ്സുഹ, അതിനെ കണക്കാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മൊത്തം ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് എഴുതി തീർക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. അത്രയും ഏറെ ഉണ്ട് എന്നർത്ഥം. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, തീർച്ചയായും മനുഷ്യൻ ലളൂമുൻ, അതീവ അക്രമി തന്നെയാകുന്നു. കഫാറുൻ, വല്ലാത്ത നിഷേധിയുമാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇത്രയേറെ ഉണ്ടായിട്ടും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അള്ളാഹിനെ നിഷേധിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. മനുഷ്യൻ വലിയ അക്രമിയും നിഷേധിയുമാകുന്നു. വഅദ്ദദല്ലാഹു നിഅമഹു, അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. കമാ ഖാല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? അള്ളാഹ് ചോദിക്കാണ് മനുഷ്യനോട്, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയിട്ടില്ലേ? വലിസാനൻ, ഒരു നാവ് കൊടുത്തില്ലേ? വശഫത്തൈനി, രണ്ട് ചുണ്ടുകൾ കൊടുത്തില്ലേ? ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല ഒന്നോ രണ്ടോ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല ഇങ്ങനെ എണ്ണി പറയുന്നു. ബാക്കി നമ്മൾ ആലോചിക്കണം. എത്രയേറെ അനുഗ്രഹങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു തന്നിരിക്കുന്നത്. വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് വഴികൾ അവന് ഞാൻ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലയോ? നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും ഏതാണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും നന്മ തെരഞ്ഞെടുക്കാനുള്ള കഴിവ്, ബോധം മനുഷ്യന് നൽകുകയും ചെയ്തിട്ടില്ലയോ? എന്നിട്ടും മനുഷ്യൻ നന്ദി കാണിക്കുന്നില്ല എന്ന രീതിയിലുള്ള അള്ളാഹു നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം. വഹൽ യർളാ അഹദുൻ, ആർക്കെങ്കിലും തൃപ്തി ഉണ്ടാവുമോ? ആരെങ്കിലും തൃപ്തിപ്പെടുമോ? ബദല ഹാതൈനിൽ ഐനൈനി, ഈ രണ്ട് കണ്ണുകൾക്ക് പകരം, ഔ ബദല ഹാദൽ ലിസാൻ, അല്ലെങ്കിൽ ഈ നാവിന് പകരം, ബി കുനൂസിൻ മിനദ് ദറാഹിമി വദ്ദനാനീർ, ദീനാറുകളുടെയും ദിർഹമുകളുടെയും നിധികൾ തന്നെ കൊടുത്താലും, ഈ രണ്ട് കണ്ണിന് പകരം ആ രണ്ട് കണ്ണ് തരികയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ സമ്പത്ത് തരാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തൃപ്തി ഉണ്ടാകുമോ? നാവിന് പകരം കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് തരാമെന്ന് പറഞ്ഞാൽ, നിധികൾ തരാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തൃപ്തി ഉണ്ടാവുകയോ? ആരും അതൊന്നും തൃപ്തിപ്പെടുകയില്ലല്ലോ. വഹൽ യൂജദു ഫിൽ ആലമി, ഭൂമി ലോകത്ത് സാധ്യമാവുമോ, കണ്ടെത്താൻ കഴിയുമോ? ഈ ഭൂമി ലോകത്ത് ഉണ്ടാകുമോ? മൻ യബീഉ അഖ്ലഹു, തന്റെ ബുദ്ധിയെ വിൽക്കാൻ തയ്യാറാകുന്ന ഒരാൾ, ബിൽ ഖുസൂരി ശാമിഖ, ഉയർന്ന കോട്ടകൾക്ക് പകരം, സയ്യാറാത്തി സമീന, വിലയേറിയ കാറുകൾക്ക്. മനുഷ്യന് ഇതൊക്കെ ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. വലിയ കോട്ടകൾ കിട്ടണമെന്ന്, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാവണമെന്ന്, വലിയ കാറുകൾ ഉണ്ടാവണമെന്നും പലതും മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. പക്ഷേ അതിനു പകരം ചോദിക്കുന്നത് അവന്റെ ശരീരത്തിലുള്ള ഒരു അവയവത്തെയോ അവന്റെ ബുദ്ധിയെയോ ഒക്കെ ആണെങ്കിൽ അത് പകരം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? വകൈഫ യകൂനു ഹാലുൽ ഇൻസാൻ, മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഇദാ തഗയ്യറ തുഅമു റീഖിഹി, അവന്റെ ഉമിനീരിന്റെ ടേസ്റ്റ് ഒന്ന് മാറിയാൽ, രുചിയൊന്ന് മാറിയാൽ, മാലിഹൻ, ചവർപ്പായിട്ട് അല്ലെങ്കിൽ ഉപ്പുരസമായിട്ട് അവന്റെ ഉമിനീര് ഉപ്പുരസമുള്ളതായിട്ട് മാറിയാൽ,
നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീരിന് ഒരു പ്രത്യേക ചവർപ്പ് രുചിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താ? വമാഉ ഐനിഹി അദ്ബ, അവന്റെ കണ്ണുനീര് ശുദ്ധജലമായി മാറിയാൽ അവന്റെ അവസ്ഥ എന്താണ്? കണ്ണുനീരിൽ പ്രത്യേകമായ കുറെ കെമിക്കലുകൾ അല്ലാഹു തആല ആ കണ്ണുനീരിന് ആവശ്യമായ, മനുഷ്യ ശരീരത്തിന്റെ സംരക്ഷണത്തിന്, കണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ രീതിയിലുള്ള കുറെ സാധനങ്ങൾ അതിൽ ചേർത്ത് വെച്ചത് കൊണ്ടാണല്ലോ നമുക്ക് മനോഹരമായിട്ട് ആ കണ്ണുപയോഗിച്ചുകൊണ്ട് കാണാനും കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നത്. അതിന്റെ വെള്ളം, അതിലൂടെ വരുന്ന വെള്ളം ശുദ്ധജലമായി മാറിയാൽ, ഉമിനീരിന്റെ ടേസ്റ്റ് മാറിയിട്ട് അതൊരു ചവർപ്പുള്ള ടേസ്റ്റ് ആയിട്ട് മാറിയാൽ, രുചിയായിട്ട് മാറിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഔകാനത്ത് യദാഹു ഗൈറ മുതസാവിയൈൻ, അല്ലെങ്കിൽ അവന്റെ രണ്ടു കൈകൾ തുല്യമല്ലാതായി മാറിയാൽ, രണ്ട് കൈകൾക്കും ഒരേ നീളം, അതൊരു ഒരല്പമെങ്കിലും ഒരു കൈക്ക് മറ്റേ കൈയേക്കാൾ നീളം കൂടുതൽ ഉണ്ടായാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഔ തഫാവതത് രിജ്ലാഹു, അല്ലെങ്കിൽ അവന്റെ രണ്ട് കാലുകൾക്കിടയിൽ രണ്ടു കാലുകളുടെ വ്യത്യാസം, രണ്ടു കാലുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം വന്നാൽ, ഏറ്റക്കുറച്ചിലുണ്ടായാൽ, അല്ലെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന്റെ നടത്തത്തിൽ അത് പ്രകടമാകും. അവൻ മുടന്തും. മനുഷ്യന്റെ കാലുകളുടെ വലിപ്പം വ്യത്യാസപ്പെട്ടാൽ അവന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ തലയുടെ മുടിനാര് മുതൽ കാലിന്റെ അടിവരെയുള്ള ഓരോ സ്ഥലങ്ങളിലും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഖാല തആല, അള്ളാഹു തആല പറയുന്നു, സുന്ന അല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാകുന്നു അത്. സനഅ അല്ലാഹു ദാലിക സുനഅൻ, ആ കാര്യങ്ങളൊക്കെ, ഇത് ശരിക്കും ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ചും മറ്റൊക്കെ പറഞ്ഞുകൊണ്ടാണ്. തറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമറു മർറ സഹാബ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പോ പിന്നെ പ്രപഞ്ചത്തിലുള്ള ഓരോ സംഗതികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. സുന അല്ലാഹു ദാലിക സുൻഅൻ, ഇതിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു സുൻഅൻ, ഒരു വല്ലാത്ത കൃത്യമായ ഒരു സൃഷ്ടിപ്പ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഏതല്ലാഹു? അല്ലദീ അത്ഖന കുല്ല ശൈഇ, എല്ലാ വസ്തുക്കളെയും കൃത്യമാക്കിയ, ദൃഢമാക്കിയ, സൂക്ഷ്മമാക്കിയ, പെർഫെക്റ്റ് ആക്കിയ അള്ളാഹു. എല്ലാ വസ്തുക്കളെയും പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഐ സുനഅഹു, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിനെ സമ്പൂർണമാക്കിയ, സൂക്ഷ്മമാക്കിയ, സുദൃഢമാക്കിയ അള്ളാഹു, അവന്റെ സൃഷ്ടിപ്പാകുന്നു അത്. ഇന്നഹു ഖബീറും ബിമാ തഫഅലൂൻ, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ അറിയുന്നതാകുന്നു. അലാ തറ, നീ കാണുന്നില്ലേ, അന്ന സിഹത, ആരോഗ്യം എന്ന് പറയുന്നത്, മിൻ നിഅമില്ലാഹി അല്ലതി ലാ യുംകിനു ലി അഹദിൻ അദാഉ ശുക്രിഹ, മനുഷ്യനിക്ക് അള്ളാഹുവിന് നന്ദി ചെയ്ത് വീട്ടി തീർക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആരോഗ്യം എന്നത് നിനക്കറിയില്ലേ? അല്ലെ, നമ്മുടെ ആരോഗ്യത്തിന് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയുമോ നമുക്ക്? മിൻ നിഅമില്ലാഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സിഹത്ത്, അല്ലതി ലാ യുംകിനു ലി അഹദ്, ഒരാൾക്കും സാധിക്കുകയില്ല, അദാഉ ശുക്രിഹ, അതിന് നന്ദി ചെയ്ത് വീട്ടാൻ, മദാ ഹയാത്തിഹി, അവന്റെ ജീവിതകാലം മുഴുവനും അവൻ നന്ദി ചെയ്യാൻ തുടങ്ങിയാലും അള്ളാഹു തന്നിരിക്കുന്ന ആരോഗ്യം എന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്തു തീർക്കാൻ അവന് സാധിക്കുകയില്ല. ലിഅന്നഹ, കാരണം ആരോഗ്യം എന്ന് പറയുന്നത് മുഖുൽ ഹയാത്തി, ജീവിതത്തിന്റെ മജ്ജയാകുന്നു, വദിമാഉഹ, അതിന്റെ തലച്ചോറുമാകുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സർവസ്വവും ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ പോയി. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ എത്രമാത്രം, ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും, അല്ലെ. മനുഷ്യർ പല കാറ്റഗറികളിലുള്ള, ചില ആൾക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും വീട്ടിൽ, ചില ആൾക്കാർക്ക് വളരെ പ്രയാസമായിരിക്കും, വീട് തന്നെ ഉണ്ടാവില്ല, വാടക വീടായിരിക്കും, ചിലപ്പം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ, ചിലപ്പം അത്ര പോലും ഇല്ലാത്തവരുണ്ടാവും. വളരെ പ്രയാസപ്പെട്ടിട്ട് മറ്റാരുടെയോ വീട്ടിൽ താൽക്കാലികമായി അഭയം തേടി ജീവിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ പോലും ഉണ്ടാകാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്കിത്രയെങ്കിലും ഉണ്ട്, നമുക്ക് അത്ര പോലും ഇല്ലാത്ത എത്ര ആളുകളാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയാൻ പോകുന്ന ഹദീസ് എന്തുമാത്രം വളരെ 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 വിശാലമായ അർത്ഥമുള്ള ഒരു ഹദീസാണ്. എന്താണ് നബി തങ്ങൾ പറയുന്നത്? മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി, ഒരുത്തൻ അവന്റെ ശരീരത്തിൽ ആരോഗ്യവാനായിട്ട്, മൻ അസ്ബഹ, ഒരുത്തൻ ആയിത്തീർന്നാൽ, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ ആവുക എന്നാണ് അസ്ബഹ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അർത്ഥം. ഒരാൾ നേരം വെളുക്കുമ്പം എങ്ങനെയാണുള്ളത്? അവൻ ആയിരിക്കുന്നു മുആഫൻ ഫീ ബദനിഹി, അവന്റെ ശരീരത്തിൽ അവൻ ആരോഗ്യവാനാണ്. ആമിനൻ ഫീ സർബിഹി, മാനസികമായിട്ട് അവൻ നിർഭയത്വമുള്ളവനാണ്. ഇൻദഹു ഖൂതു യൗമിഹി, ഒരു ദിവസത്തെ ഭക്ഷണം അവന്റെ കയ്യിലുണ്ട്. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹ, ഇത്രയുമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ട്, മാനസികമായിട്ട് നിർഭയത്വമുണ്ട്, സുരക്ഷിതത്വമുണ്ട്, അവന്റെ കയ്യിൽ അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ, ഒരു ദിവസം കഴിക്കാനുള്ള അന്നത്തേക്ക്, ആ സമയത്തേക്കുള്ള ഭക്ഷണവും അവന് കിട്ടുന്നുണ്ട് എങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, അവന് ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ട, ബിഹദാഫിരിഹ,
ദുനിയാവ് പൂർണ്ണമായി, ദുനിയാവ് മുഴുവനും അവന് ലഭിച്ചവനെ പോലെയാണ്. ദുനിയാവിൽ ഒരുപാട് സമ്പത്തും ഒരുപാട് സൗകര്യങ്ങളുള്ള ആളുകളുണ്ടാവും. അവർക്ക് എന്താ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലേ? നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവർക്ക് വലിയ സുഖം തോന്നും, പക്ഷെ അവർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ ദുനിയാവിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് മനുഷ്യനക്ക് അത്യാവശ്യമായിട്ട് ശാരീരികമായ ആരോഗ്യവും മാനസികമായ ഒരു നിർഭയത്വവും ഒരു സുരക്ഷിതത്വവും അതോടൊപ്പം അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണവും കിട്ടുന്നുണ്ടെങ്കിൽ അവനും അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടിയ വലിയ സമ്പന്നനും ഒക്കെ ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. അപ്പം മനുഷ്യന് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഉള്ളതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അള്ളാഹുവിനോട് എന്തുമാത്രം നന്ദി ചെയ്യേണ്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അള്ളാഹു താല നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം പോലും കിട്ടാതെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെ, അക്ഷരം പഠിക്കാനുള്ള അവസരങ്ങളില്ലാതെ, വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് പോലും അറിയാതെ, അമ്മയും അച്ഛനും ആരാണെന്നറിയാതെ, സ്നേഹിക്കാനോ പരിചരിക്കാനോ ഒന്ന് സന്തോഷത്തോടെ മുഖത്തേക്ക് നോക്കാനോ പോലും ഈ ലോകത്ത് ആരുമില്ലാതെ, തങ്ങളുടെ പ്രയാസങ്ങളോ തങ്ങളുടെ സന്തോഷങ്ങളോ സങ്കടങ്ങളോ പങ്കുവെക്കാൻ ഈ ലോകത്ത് ആരുമില്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്ര മനുഷ്യർ അല്ലാതെ ദുനിയാവിലുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ, ആരോഗ്യവും മാനസികമായ ഒരു സുരക്ഷിതത്വവും ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണവും കിട്ടിയാൽ പോലും ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. വന്ദുറു, നിങ്ങൾ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നല്ലാഹു തആല അഅദ ഫിൽ അർളി റിസ്ഖ കുല്ലി മഖ്ലൂഖ്. അല്ലാഹു തആല ഭൂമിയിൽ എല്ലാ സൃഷ്ടികളുടെയും റിസ്ഖ് തയ്യാറാക്കിയിട്ടുണ്ട്. ഖാല തആല, അല്ലാഹ് പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ദാബത്തുമില്ല, ഒരു മൃഗവുമില്ല, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ അന്നദാനത്തിന്റെ ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. വയഅലമു മുസ്തഖറഹ, അതിന്റെ മുസ്തഖർ, അതിന്റെ താവളം എവിടെയാണെന്ന് അള്ളാഹുവിന് അറിഞ്ഞിട്ടുമല്ലാതെ. വമുസ്തൗദഅഹ, അതിന്റെ സൂക്ഷിപ്പ് സ്ഥലവും എവിടെയാണെന്ന് അള്ളാഹുവിന് അറിഞ്ഞിട്ടല്ലാതെ. അന്നദാനത്തിന്റെ ബാധ്യതയും അതിന്റെ നിലനിൽപ്പ്, അതിന്റെ താവളം എവിടെയാണ്, അതിന്റെ സൂക്ഷിപ്പ് സ്ഥലം എവിടെയാണ് എന്നും അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ ഈ ദുനിയാവിൽ ഒരു സൃഷ്ടിയുമില്ല. കുല്ലുൻ ഫീ കിതാബി മുബീൻ, എല്ലാം ഒരു സ്പഷ്ടമായ കിതാബിലുണ്ട്. അതിൽ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് അള്ളാഹു സാധാരണ പറയുന്ന ഒരു വാചകമാണ് കിതാബി മുബീൻ, അല്ലെ? എല്ലാം ഒരു സ്പഷ്ടമായ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലുണ്ട്. വഅദ്ദ കുല്ല തസ്ഹീലാത്ത്, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി. ലിമൻ യഈഷു ഫിൽ അർളി, ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നു. യഖൂലു തആല, അല്ലാഹു തആല പറയുന്നു, അലം നജഅലിൽ അർള മിഹാദ, നമ്മൾ പഠിച്ചിട്ടുള്ള ആയത്താണ് സൂറത്തുൻ നബ, അല്ലേ? തഫ്സീറിലെ 1-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കിയില്ലയോ, അല്ലെങ്കിൽ ഒരു വിരിപ്പാക്കിയില്ലയോ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണിയാക്കിയില്ലയോ? വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചില്ലയോ? വജഅൽനാ നൗമകും സുബാത, ഉറക്കം നിങ്ങൾക്കൊരു സുബാത്ത് എന്ന് പറഞ്ഞ വിശ്രമമാക്കിയില്ലയോ? വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്കൊരു വസ്ത്രമാക്കിയില്ലയോ? വജഅൽന നഹാറ മആശ, പകലിനെ നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ തേടാനുള്ള ഒരു സമയമാക്കി തന്നില്ലയോ? വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദ, ശക്തമായ 7 ആകാശങ്ങളെ നിങ്ങൾക്ക് മേൽ അവൻ പടക്കുകയും ചെയ്തിട്ടില്ലയോ? വജഅൽനാ സിറാജൻ വഹാജ, പ്രകാശിക്കുന്ന കത്തിജ്വലിക്കുന്ന സൂര്യനെയും അവനാക്കിയില്ലയോ? വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ, മുഅ്സിറാത്തിൽ നിന്ന്, മഴമേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ അവൻ വർഷിപ്പിച്ചില്ലയോ? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, അങ്ങനെ ധാന്യങ്ങളും സസ്യങ്ങളും മുളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ മഴ കൊണ്ട് ധാന്യങ്ങളെയും സസ്യങ്ങളെയും പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. വജന്നാത്തിൻ അൽഫാഫ, സമൃദ്ധമായ തോട്ടങ്ങളെയും അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അവൻ മഴ വർഷിപ്പിച്ചത്. നോക്കി, അല്ലാഹു തആല എത്ര ആയത്തുകളിലാണ് അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പറഞ്ഞുകൊണ്ട് നമ്മളോട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഹകദാ അദ്ദദ റബ്ബു തആല നിഅമഹുൽ ജസീല, ഹകദാ അദ്ദദ റബ്ബു തആല, ഉന്നതനായ നമ്മുടെ റബ്ബ് ഇപ്രകാരം എണ്ണി പറയുന്നു. നിഅമഹുൽ ജസീല, അവന്റെ മഹത്തായ അനുഗ്രഹങ്ങളെ. ജസീല എന്ന വാക്കിന് അളീമ, മഹത്തായത് എന്നർത്ഥമുണ്ട്, കസീറ എന്നും അർത്ഥമുണ്ട്, ധാരാളമായ. രണ്ടു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ധാരാളമായ അല്ലെങ്കിൽ മഹത്തായ അവന്റെ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല എണ്ണി പറയുന്നു. ലിയഅലമൽ ഇൻസാനു, മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി, അന്ന ലിഹാദൽ ആലമി ഖാലിഖ, ഈ ലോകത്തിന്, ഈ ആലമിന്, ഈ ലോകത്തിന്
ഒരു ഖാലിഖുണ്ട്, ഒരു സൃഷ്ടാവുണ്ടെന്ന്, മുദബ്ബിറ, ഒരു ആസൂത്രകനുമുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കാം. ഇതൊന്നും ഇത്ര കൃത്യതയോടുകൂടെ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊന്നും സ്വയംഭൂവായിട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടോ സംഭവിക്കുന്നതല്ല. ഇതിനൊരു സൃഷ്ടാവും ഒരു ആസൂത്രകനും ഉണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വനസബാലാമാത്തിൻ, അവൻ പല അടയാളങ്ങളെയും പിന്നെ നിലനിർത്തുന്നു. തദുല്ലു അല വഹ്ദാനിയതിഹി, അവന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളെ. ഫിൽ ഉലൂഹിയതി, ദിവ്യത്വത്തിൽ, ദൈവികതയിൽ, ദൈവമാവുക എന്ന വിഷയത്തിൽ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്ക് അതിൽ പങ്കുചേരാൻ സാധിക്കുകയില്ല. അവൻ ഏക ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ധാരാളം തെളിവുകളെയും അവൻ നിർത്തിയിട്ടുണ്ട്. ബറാഹീനാല സമദിയതിഹി, അവന്റെ നിരാശ്രയത്വത്തിൽ, അവൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരാത്ത വിധം എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നതിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരാളാണല്ലോ ശരിക്കും യഥാർത്ഥ ദൈവമാവാൻ സാധിക്കുകയുള്ളൂ. അത് സൂചിപ്പിക്കുന്ന തെളിവുകളിലേക്കും, ബറാഹീൻ എന്ന് പറഞ്ഞാലും തെളിവുകളാണ്, അള്ളാഹു അവന്റെ സമദിയത്ത്, അവന്റെ നിരാശ്രയത്വത്തിലേക്ക് സൂചിപ്പിക്കുന്ന, അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളിലേക്കും, അതിലേക്ക് സൂചന നൽകുന്ന തെളിവുകളെയും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിലനിർത്തിയിട്ടുണ്ട്. കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളതുപോലെ, വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ, ഉറപ്പുള്ള വിശ്വാസ ദൃഢതയുള്ള ആളുകൾക്ക് ഭൂമിയിൽ ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളിൽ തന്നെയുണ്ട് തെളിവുകൾ. വഫിസ് സമാഇ റിസ്ഖുക്കും, ആകാശ ലോകത്ത് നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട്. വമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യങ്ങളും ആകാശ ലോകത്തുണ്ട്. വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും മറ്റു കാര്യങ്ങളും ഒക്കെ ആകാശലോകത്തുണ്ട്. ആകാശലോകം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലെ? റിസ്ക് എന്തായാലും ആകാശലോകത്ത് നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. വഹാദാ കുല്ലുഹു മിൻ ഫദ്ലില്ലാഹി വറഹ്മതിഹി വറഅഫതിഹി, വഹാദാ കുല്ലുഹു, ഇവയെല്ലാം, മിൻ ഫദ്ലില്ലാഹി, അള്ളാഹുവിന്റെ ഫദ്ലിൽപ്പെട്ട, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നാണ്. വറഹ്മതിഹി, അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. വറഅഫതിഹി, അവന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ, റഅഫത്ത് എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ കൃപ കടാക്ഷത്തിൽപ്പെട്ടതാകുന്നു ഇവയെല്ലാം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും നിങ്ങൾക്കുമേലില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും നിങ്ങൾക്കുമേലില്ലായിരുന്നുവെങ്കിൽ, ലഅജലക്കും ബിൽ ഉഖബത്തി എന്നാണ്, അവൻ നിങ്ങൾക്കുമേൽ അതിവേഗം ശിക്ഷയും കൊണ്ടുവരുമായിരുന്നു. ശിക്ഷ നിങ്ങൾക്കുമേൽ പെട്ടെന്ന് തന്നെ വരുമായിരുന്നു. നമ്മളൊക്കെ ഇത്രയും നന്ദികേട് കാണിച്ചിട്ട്, ഇത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹ് തന്നിട്ട് നമ്മൾ നന്ദികേടാ കാണിക്കുന്നത്. എന്നിട്ടും നമ്മൾ ശിക്ഷിക്കപ്പെടാത്തത് എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ശിക്ഷിക്കപ്പെട്ടേക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അന്നല്ലാഹ റഊഫുൻ റഹീമുൻ, അള്ളാഹു കരുണയും കൃപയുമുള്ളവനുമായി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഫൈലം യർഹമില്ലാഹു ബിഫദ്ലിഹി, ഫൈലം യർഹമില്ലാഹു, അള്ളാഹു റഹ്മത്ത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ബിഫദ്ലിഹി, അവന്റെ ഔദാര്യം കൊണ്ട് അവൻ നമ്മളോട് കരുണ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, വലം യുദബ്ബിറുൽ ഉമൂറ ബിഹാദൽ ളബ്ത്, വലം യുദബ്ബിറുൽ ഉമൂറ, അവൻ കാര്യങ്ങളെ ആസൂത്രണം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ബിഹാദൽ ളബ്ത്, ഈ കൃത്യതയോടുകൂടി, അല്ലദീ യജ്രിൽ ആന, ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലുള്ള ആ കൃത്യതയോടുകൂടി കാര്യങ്ങളെ അവൻ ആസൂത്രണം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഫമയസ്അലുഹു അൻ ദാലിക്, ആരാ അവനോട് അതിനെ പറ്റി ചോദിക്കുക? ഇതെന്താ പഠിച്ചോനെ, നീ ഭൂമി ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാത്തത് എന്ന് അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും സാധിക്കുമായിരുന്നോ? അള്ളാഹിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. അതിൽ അത്ര കൃത്യതയോടുകൂടെ കാര്യങ്ങൾ അവൻ സംവിധാനിച്ചില്ല എങ്കിൽ പോലും അവനോട് ചോദിക്കാൻ ആരുള്ളത്? അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഖാല തആല ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനോട് ചോദിക്കപ്പെടുകയില്ല. വഹും യുസ്അലൂൻ, സൃഷ്ടികളോടാണ് ചോദ്യം ചെയ്യപ്പെടുക, അവൻ ചോദ്യം ചെയ്യപ്പെടുന്ന ആളല്ല, അല്ലേ? എന്നിട്ടും അള്ളാഹ് എന്ത് ചെയ്തു? ഇതെല്ലാം ഇത്ര കൃത്യതയോടുകൂടെ ചെയ്തു തന്നു. എന്തിന്? നമ്മളോടുള്ള കൃപയും കാരുണ്യവും കൊണ്ട്. ഇനി നോക്കൂ, വമൻ യഖൂമു ബിഹാദിഹി തസറുഫാത്ത്, ഈ തസറുഫാത്തൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതൊക്കെ നിർവഹിക്കുന്നത് ആരാണ്? തസറുഫാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ക്രമീകരണങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതൊക്കെ നിർവഹിക്കുന്നത് ആരാണ്? ഇതിന്റെ കർത്താവ് ആരാണ്? ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഖുൽ അറഅയ്തും, നിങ്ങൾ പറ, ഖുൽ, നബിയെ താങ്കൾ പറയുക, അറഅയ്തും, അഭിസംബോധിതരായ ആളുകളോട് പറയാൻ വേണ്ടിയിട്ട് നബിനോട് അല്ലാഹു ആവശ്യം, നിങ്ങൾ പറഞ്ഞു തരൂ. അറഅയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഖ്ബിറൂനി എന്നൊക്കെയാണ്, അല്ലെ? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. നബിനോട് അല്ലാഹു പറയാണ്, നിങ്ങൾ അവരോട് ചോദിക്ക്, അറഅയ്തും, നിങ്ങൾ പറ, ഇൻ ജഅലല്ലാഹു അലൈക്കും അല്ലൈല, അള്ളാഹു നിങ്ങൾക്കുമേൽ രാത്രിയെ ആക്കിയാൽ, സർമദൻ, സ്ഥിരമാക്കിയാൽ, എന്നേക്കുമായി, അനശ്വര കാലത്തേക്ക്, അനിശ്ചിതമായ കാലത്തേക്ക്, അനന്തമായ കാലത്തേക്ക് നിങ്ങൾക്ക് രാത്രി തന്നെ ആക്കി തന്നു എന്ന് വിചാരിക്കുക. ഇലാ യൗമിൽ ഖിയാമത്തി, അന്ത്യനാൾ വരെ നിങ്ങൾക്ക് രാത്രി തന്നെ ആക്കി അള്ളാഹു.
മൻ ഇലാഹുൻ, ഏതു ദൈവമാണ്, ഗൈറുള്ള, അല്ലയല്ലാത്ത ഏതൊരു ദൈവമാണ്, യഅ്തീകും ബിളിയാ, നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവന്നു തരിക. രാത്രി തന്നെ ഖിയാമത്ത് നാൾ വരെ ഇനി രാത്രി മതിയെന്ന് അള്ള തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ആരാ പ്രകാശം കൊണ്ടുവന്നു തരിക? അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അന്നഹാറ സർമദ ഫലാ തസ്മഊൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി തരുന്നതിനെ നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നർത്ഥം. ആയത്തുകളെ ഓതി തരുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്നർത്ഥം. ഖുൽ, നബിയെ താങ്കൾ പറയുക, അറഅയ്തും, നിങ്ങൾ പറയൂ, ഇൻ ജഅലല്ലാഹു അലൈക്കും അന്നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു നിങ്ങൾക്ക് മേൽ പകലിനെ ശാശ്വതമാക്കി ഖിയാമത്ത് നാൾ വരെ പകലിനെ തന്നെ സ്ഥിരമാക്കി തന്നാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാ, അല്ലാഹയല്ലാത്ത ഏതൊരു ദൈവമാണ്, യഅ്തീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് വിശ്രമിക്കാവുന്ന ഒരു രാത്രിയെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഇനി കാലാകാലം പകല് മതിയെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ രാത്രിയെ കൊണ്ടുവരാൻ കഴിയുന്ന ഏതു ദൈവമാണുള്ളത്? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? വമിർ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിൽ പെട്ടതാകുന്നു, ജഅല ലകുമുൽ ലൈല വന്നഹാർ, രാത്രിയും പകലും അവൻ നിങ്ങൾക്കാക്കി തന്നത്, ലിതസ്കുനൂ ഫീഹി, നിങ്ങളതിൽ പിന്നെ സമാധാനിക്കാൻ വേണ്ടി, നിങ്ങളതിൽ സ്വസ്ഥരായി വിശ്രമിക്കാൻ വേണ്ടി, വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അതുപോലെ നിങ്ങളുടെ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ച് തേടി പിടിക്കാനും വേണ്ടി. അള്ളാഹുവിന്റെ ഔദാര്യത്തെ നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ച് നിങ്ങൾക്ക് വേണ്ട റിസ്ക് നിങ്ങൾ കണ്ടെത്താൻ, ഈ ഭൂമിയിൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ട റിസ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് കഴിക്കണം, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ അതിനെയാണ് ഇബ്തിഗാ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ പകൽ സമയങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ ചെയ്യുന്നതിനും രാത്രി സമയങ്ങളിൽ നിങ്ങൾ വിശ്രമിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും ഒരുക്കി തന്നിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ നിങ്ങളോടുള്ള കാരുണ്യമാകുന്നു. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരുമാകാൻ വേണ്ടി, നന്ദി ചെയ്യുന്നവരുമാകാൻ വേണ്ടി. ഫഅലൽ അബ്ദി, അപ്പോൾ ഒരടിമയുടെ മേൽ നിർബന്ധമാണ്, അയ്യഅരിഫ, അവൻ മനസ്സിലാക്കൽ, അവൻ തിരിച്ചറിയൽ, ഹഖീഖത ഹാദിഹി നിഅമിൽ അളീമതി, ഈ മഹത്തായ അനുഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക. വമൻ ശഅഹ, അതിന്റെ ഉത്ഭവത്തെ മനസ്സിലാക്കുക. അതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ വലിയ കഴിവാണ്, ഖുദ്റത്താണ്. അള്ളാഹുവാണ് അതിന്റെ മൻഷ എന്ന് പറയുന്നത്. ആ മൻഷയിനെ തിരിച്ചറിയണം. ഇതൊന്നും ഭൂമിയിൽ വെറുതെ ഉണ്ടാകുന്നതോ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതോ അല്ല, ഇതിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയണം. വഅൻ യഖൂമ ബിഅദാഇ ശുക്രി, വഅൻ യഖൂമ, അവൻ നിലകൊള്ളണം, ബിഅദാഇ ശുക്രിൽ വാജിബി അലൈഹി, അവന്റെ മേൽ നിർബന്ധമായ പിന്നെ ശുക്ർ വീട്ടിക്കൊണ്ട്, നന്ദി നിർവഹിച്ചുകൊണ്ട് അവൻ നിലകൊള്ളുകയും ചെയ്യണം. എന്തൊരു ചെറിയ അനുഗ്രഹം ചെയ്തു തന്ന ആളോട് നമ്മൾ നന്ദി പറയും, താങ്ക്സ് പറയും, അല്ലെ? അപ്പൊ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനോട് നന്ദി പറയാൻ അടിമക്ക് ബാധ്യതയുണ്ട്. എങ്ങനെയാണ് ആ നന്ദി? ഇതിനൊക്കെ നന്ദി പറഞ്ഞാലും ചെയ്തു കൊടുത്താലും തീരുന്നതാണോ നന്ദി? അല്ല. വദാലിക ബിതാഅത്തില്ല, അവനെ അനുസരിക്കലാണ് നന്ദി. വറസൂലിഹി, അവന്റെ പ്രവാചകരെ അനുസരിക്കലും കൊണ്ടാണ്. കമാ ഉമിർനാ ബിദാലിക, നാം അങ്ങനെയാണല്ലോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും അനുസരിച്ചുകൊണ്ട് അവന്റെ മേൽ നിർബന്ധമായ നന്ദി നിർവഹിക്കാൻ അവന് ബാധ്യതയുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്, വലഖദ് ഊഹിയ ഇലൈക്, തീർച്ചയായും താങ്കളിലേക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള ആളുകളിലേക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിലേക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ലൈൻ അശ്റക്ത, എന്താ വഹി നൽകപ്പെട്ടിരിക്കുന്നത്? ലൈൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, പങ്കു ചേർക്കുകയാണെങ്കിൽ, ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന്, വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ പരാജിതരിൽ പെടുക തന്നെ ചെയ്യുമെന്നും താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും വഹി ലഭിച്ചിട്ടുണ്ട്. ബലില്ലാഹ ഫഅബ്ദ്, അള്ളാഹുവിനെ മാത്രം താങ്കൾ ആരാധിക്കുക. വകും മിനശ്ശാകിരീൻ, അള്ളാഹുവിനോട് നന്ദിയുള്ളവരിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുക, നിങ്ങൾ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കാനും നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. തദ്രീബാത്തിലെ നുഇദു ജദ്വലൻ ഫീഹി നിഅമുല്ലാഹി തആല ഫീ അൻഫുസിന വ ആഖറ ഫീഹി നിഅമുല്ലാഹി ഫിൽ അർള് വഫിസ് സമാ, അള്ളാഹുവിന്റെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആഖർ വേറൊരു, അങ്ങനെ ഒരു ടേബിള്, വേറൊരു ടേബിളിൽ അള്ളാഹു ഭൂമിയിൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതേപോലെ വേറൊരു ലിസ്റ്റിൽ അള്ളാഹു ആകാശത്ത് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തൊരു ടേബിൾ ഉണ്ടാക്കാനാണ് ചോദ്യം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഭൂമിയിൽ അള്ളാഹു തആല നമ്മുടെ ഫിലംഫുസ്, നമ്മുടെ ശരീരങ്ങളിൽ അള്ളാഹു തന്നിരിക്കുന്ന തനഫുസുൽ ഹവ, ശ്വാസോച്ഛ്വാസം, അല്ലെ? നമ്മൾ ശ്വാസം എടുക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. അസ്സംഉ വൽ ബസറു വ ഖുവ്വത്തുൽ ഹൽമി, സംഉ ബസർ കേൾവി, കാഴ്ച, അതേപോലെ ഖുവ്വത്തുൽ ഹൽമി ദഹനശേഷി,
ഇനിയും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു താല തന്നിട്ടുള്ളത്. ദിമാഗ് തന്നിരിക്കുന്നു, നമുക്ക് അഖ്ൽ തന്നിരിക്കുന്നു, നുത്ഖ് തന്നിരിക്കുന്നു, തഖല്ലും അല്ലെ സംസാരിക്കാനുള്ള, അതേപോലെ തന്നെ പിന്നെ തഹറുക്ക് നമ്മുടെ കൈകാലുകളും മറ്റും ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. ഇനി അങ്ങനെ നോക്കിയാൽ അള്ളാഹു താല ഓരോ അവയവങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ പൊസിഷനും ഒരുപാട് 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 കാര്യങ്ങൾ, എത്രയാ പറയാൻ പറ്റാത്തത്രയും അനുഗ്രഹങ്ങൾ. അതേപോലെ തന്നെ അർദിലുമുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെ. മത്തുംബിത്തുമിന കൃഷി മുളപ്പിക്കുന്നത്, അതേപോലെ അൽമാ നെഹ്റു ബീറു കിണറും, അതേപോലെ തന്നെ പുഴയും വെള്ളം, ഇതൊക്കെ ഭൂമിയിൽ നിന്ന് ഉറവെടുക്കുന്ന വെള്ളം, അതൊക്കെ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളാണ്. ഇനി വേറെ എന്തൊക്കെ ഉണ്ട്? അള്ളാഹു താല നമുക്ക് ഈ ഭൂമിയിലൂടെ സഞ്ചാരം സാധ്യമാക്കി തന്നിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. സഞ്ചരിക്കാനുള്ള എളുപ്പമുള്ള രീതിയിൽ ഈ ഭൂമിയുടെ ഘർഷണങ്ങളെ അള്ളാഹു താല സംവിധാനിച്ചിട്ടുണ്ട്. ഒന്നിലധികം ഫോഴ്സുകളെ അള്ളാഹു താല ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് നമുക്കിവിടെ സുഖമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ആ ഫോഴ്സുകളിൽ ചിലതിൻ്റെയൊക്കെ പിന്നെ എന്താണ് അതിൻ്റെ അളവിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് പ്രപഞ്ചത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നമുക്ക് പോയിട്ട് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കാത്തതെന്ന് നമുക്കറിയാം. അപ്പം അതേപോലെ അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ്. അള്ളാഹു താല എത്രയോ സ്ഥലങ്ങളിൽ എണ്ണി പറഞ്ഞതാണ് പർവ്വതങ്ങളെ അള്ളാഹു താല നമുക്ക് വേണ്ടി സംവിധാനിച്ചു എന്നത്. അതേപോലെ തന്നെ രാവും പകലും മാറി മാറി വരുന്നു എന്നത്. അത് വേണമെങ്കിൽ ഭൂമിയിലെ അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം, ആകാശത്തിലെ അനുഗ്രഹമാണെന്നും വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ശുദ്ധമായ വായു, അൽ ഹവാ അല്ലെ, ശുദ്ധമായ വായു ശ്വസിക്കുന്നു നമ്മൾ. അതേപോലെ ഇനിയും എന്തെല്ലാം നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന ഇഷ്ടം പോലെ. അതേപോലെ തന്നെ സമായിലുള്ളത് ഷംസ്, ഖമർ, സൂര്യനും ചന്ദ്രനും നമുക്ക് വളരെ അത്യാവശ്യമുള്ള 2 സാധനങ്ങളാണ്. നുസൂലുൽ മത്തർ, പിന്നെ മഴ വർഷിക്കുന്നു എന്നത്, ആകാശലോകത്ത് നിന്ന് മഴ വർഷിക്കുന്നു എന്നത്. പിന്നെയും സമായിൽ വേറെയും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നുജൂം, നക്ഷത്രങ്ങൾ നമുക്ക് അള്ളാഹു തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അതിനെക്കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്ന സുരക്ഷാ പാളികളെ കുറിച്ച്, അങ്ങനെ ഒരുപാട് സാധനങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതൊക്കെ അള്ളാഹുവിന്റെ ആകാശ ലോകത്തുള്ള അനുഗ്രഹങ്ങളുമാണ്. നഖ്റു ആയാത്തിൻ തദുല്ലു അലാ റഹ്മത്തില്ലാഹി വറഅഫത്തിഹി, അള്ളാഹു തആല അവന്റെ റഹ്മത്തിനെയും റഅഫത്തിനെയും വിശദീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അറിയിച്ചുകൊണ്ട് അള്ളാഹു തആല ഖുർആനിൽ തന്നിട്ടുള്ള ആയത്തുകൾ ഓതി നോക്കാൻ ഒരുപാടുണ്ട്, എത്രയോ സ്ഥലങ്ങളിലുണ്ട്. ഉദാഹരണമായിട്ട് അവിടെ തന്നിരിക്കുന്ന കുറച്ച് ആയത്തുകൾ നോക്കിയാൽ, നമ്മൾ ഈ പാഠത്തിൽ തന്നെ ഒരുപാട് ആയത്തുകൾ പറഞ്ഞു അല്ലെ, എത്രയോ ആയത്തുകൾ. പാഠം കാര്യമായിട്ട് ആയത്തുകളാണ് പാഠം തന്നെ. നോക്കൂ, ഇന്ന ഫിസ്സമാവാതി വൽ ആയാത്തിൽ മുഅ്മിനീൻ, തീർച്ചയായും ഭൂമിയിലും ആകാശങ്ങളിലും മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫീ ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പിലുണ്ട്. വമാ യബസ്സു മിൻ ദാബത്തിൻ, അല്ലാഹു തആല ഭൂമിയിൽ വ്യാപിപ്പിച്ചിരിക്കുന്ന മൃഗങ്ങളിലുണ്ട്. ആയാത്തുൽ ലിഖൗമി യൂഖിനൂൻ, വിശ്വാസദാർഢ്യമുള്ള ആളുകൾക്ക്, വിശ്വാസത്തിൽ ദൃഢതയുള്ള ഉറപ്പുള്ള ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. വമാ അൻസലല്ലാഹു മിനസ്സമാ, ആകാശത്തു നിന്ന് അല്ലാഹു തആല ഇറക്കിയിരിക്കുന്ന മിൻ റിസ്ഖിൻ, മഴ അല്ലെങ്കിൽ റിസ്ഖ്, അതിലും അള്ളാഹുവിന്റെ വലിയ തെളിവുകളുണ്ട്, ആയത്തുകളുണ്ട്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, അങ്ങനെ ഭൂമി നിർജീവമായതിനു ശേഷം അതിനെ അവൻ പുനർജീവിപ്പിച്ചു. ബിഹി, ആ മഴ കൊണ്ട്. വതസ്രീഫിർ റിയാഹി, കാറ്റിന്റെ സഞ്ചാരങ്ങളിൽ, കാറ്റിന്റെ കൈകാര്യത്തിൽ. ആയാത്തുൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വേറൊരു സ്ഥലത്ത് അള്ളാഹു തആല പറയുന്നു, വേറൊരു സൂറത്തുൻ നഹ്ലിലുള്ള ആയത്തുകളാണ് ഇനിയുള്ള പിന്നെ ഒരുപാട് ആയത്തുകൾ ഇതിൽ സൂറത്തുൻ നഹ്ലിൽ പറയുന്നത്. വൽ അൻആമ ഖലഖഹ, കന്നുകാലികളെ അവൻ നിങ്ങൾക്ക് വേണ്ടി, ഖലഖഹ, കന്നുകാലികളെ അവൻ സൃഷ്ടിച്ചു. ലക്കും ഫീഹാ ദിഫ്ഉൻ, നിങ്ങൾക്ക് അതിൽ കമ്പിളിയുടെ ഉപകാരമുണ്ട്. കമ്പിളി അല്ലേ. മനാഫിഉ, വേറെ ഒരുപാട് ഉപകാരങ്ങൾ. ഇതിന്റെ ഈ മനാഫിഇനെ കുറിച്ച് വേറെ സ്ഥലത്ത് കുറേയും കൂടെ വിശദമായിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്. വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്, ആ കന്നുകാലികളെയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. വലക്കും ഫീഹാ ജമാലുൻ, അതിൽ നിങ്ങൾക്ക് ഭംഗിയുണ്ട്, അലങ്കാരമുണ്ട്. ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ, അതിന്റെ പ്രഭാതത്തിലും പ്രദോഷങ്ങളിൽ, നിങ്ങൾ വൈകുന്നേരങ്ങളിലും രാവിലെകളിലും നിങ്ങൾ അതിനെ തെളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ ഒരു ചന്തമാണ് നിങ്ങൾക്കത് നോക്കി നിൽക്കാൻ. വതഹ്മിലു അസ്ഖാലക്കും, നിങ്ങളുടെ ഭാരങ്ങളെ അവ വഹിക്കുന്നു. ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി, ഇലാ ബലദിൻ, ഒരു നാട്ടിലേക്ക്, ലം തകൂനു, നിങ്ങളായിരുന്നില്ല, ബാലിഗീഹി, ആ നാട്ടിലേക്ക് എത്തുന്നവരല്ല. ബിശിഖിൽ, ഇല്ലാ ബിശിഖിൽ അൻഫുസി, കഠിനമായ പ്രയാസം സഹിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ആ ഭാരവുമേറിയ ആ നാട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള നാടുകളിലേക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഭാരം വഹിച്ചുകൊണ്ടവ സഞ്ചരിക്കുന്നു. ഒരു കാലത്ത് മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ആ അഭിസംബോധിതരായ ജനതയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പരിപാടി കന്നുകാലി വളർത്തലായിരുന്നു. അവരതിനെ പല രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത് അവർക്ക് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കന്നുകാലികളുടെ പിന്നെ ഉപകാരങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, കുറവൊന്നും വന്നിട്ടില്ല അതിൻ്റെ അകത്ത്.
അതേസമയം ഭാരം വഹിക്കാൻ നമുക്ക് കൂടുതൽ എളുപ്പമുള്ള സംവിധാനങ്ങളുണ്ട്. അതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അല്ലെ. ഈ പ്രപഞ്ചത്തിന്റെ ഘടനയിൽ അള്ളാഹു തആല ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിക്ഷനും മറ്റുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സും പോലെയുള്ള ഒരുപാട് സാധനങ്ങളെ അള്ളാഹു ഉൾച്ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരം യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ആ യന്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിയും അള്ളാഹു തആല നമുക്ക് തന്നതാണ്. അതിനു വേണ്ട എല്ലാ സാധനങ്ങളും, എല്ലാ റോ മെറ്റീരിയൽസും നമ്മൾ ഭൂമിയിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. അതൊക്കെ അള്ളാഹു നമുക്ക് തന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇതൊക്കെ നമുക്ക് വഹിച്ചു കൊണ്ടുപോകാൻ, ഭാരം വഹിക്കാൻ ആവശ്യമായ എത്രയോ മെഷീനറീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ റബ്ബ്, ലക്കും ഇന്ന റബ്ബക്കും തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, ലറഊഫുൻ റഹീമുൻ കരുണയുള്ളവനും കൃപയുള്ളവനുമാകുന്നു. വൽ ഖൈല കുതിര, വൽ ബിഗാല കോവർ കഴുത, വൽ ഹമീറ കഴുത, അതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ലിതർക്കബൂഹ, നിങ്ങൾ അതിന്റെ പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടി, വസീനത്തൻ നിങ്ങൾക്കൊരു അലങ്കാരമായി. കഴുതയും കുതിരയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ അല്ല. ഇന്ന് കാറും ലോറിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം കാറും ബസ്സും ലോറിയൊക്കെ ഉള്ള ആൾ മുതലാളിയാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനവും അലങ്കാരവും ഒക്കെ ഉണ്ടല്ലോ, അത് അന്നത്തെ കാലത്ത് കഴുതയും കുതിരയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതേപോലെ ഉണ്ടായിരുന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും അവൻ സൃഷ്ടിക്കും. ഈ പലതും എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉൾപ്പെട്ടു എന്നത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു താല സൃഷ്ടിച്ചു വെക്കാൻ പോകുന്ന, പുതിയതായിട്ട് സൃഷ്ടിക്കാൻ ഒരു പക്ഷേ സാധ്യതയുള്ള, നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്ന പലതും, നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ എത്ര കണ്ടെത്തിയാലും തീരാത്ത പലതും ഈ ലോകത്തുണ്ട് എന്നതിലേക്കൊരു സൂചനയാണത്. നിങ്ങൾക്കറിയാത്ത പലതിനെയും അവൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോളൂ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ സൃഷ്ടികളെ കണ്ടെത്താൻ കഴിയും. എന്നാലും നിങ്ങൾക്കറിയാത്തത് ബാക്കിയുണ്ടാവുമല്ലോ അല്ലെ. വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, അള്ളാഹുവിന്റെ മേലാണ് വഴി കാണിച്ചു തരേണ്ട ബാധ്യത. ബയാനു ത്വരീഖിൽ മുസ്തഖീം, നേരായ വഴി വിശദമാക്കി തരാനുള്ള ബാധ്യത അള്ളാഹുവിനാണ്. വമിൻഹാ ജാഇർ, അതിൽ ചില വഴികളൊക്കെ എന്താണ്, വളഞ്ഞ വഴികളും ഉണ്ടാകും. ആയിദുൻ അൽ ഇസ്തിഖാമത്തി, നേരായതിൽ നിന്ന് തെറ്റിയ വഴികളും ഉണ്ടാകാം. വലൗ ശാഅ ലഹദാകും അജ്മഈൻ, അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ, ആകാശ ലോകത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവനാകുന്നു. ലക്കും മിൻഹു ശറാബ്, അതിൽ നിങ്ങൾക്ക് കുടിക്കാം. വമിൻഹു ഷജറുൻ ഫീഹി തുസീമൂൻ, നിങ്ങളുടെ മൃഗങ്ങളെ ഭക്ഷിപ്പിക്കുന്ന മരങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ചെടികളൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. യുംബിതു ലക്കും ബിഹി സർഅ, ആ മഴ കൊണ്ട് അവൻ നിങ്ങൾക്ക് സറഇനെ മുളപ്പിച്ചു തരുന്നു, കൃഷി മുളപ്പിച്ചു തരുന്നു. വസ്സൈത്തൂന, ഒലിവ്, വന്നഖീല, ഈത്തപ്പന, വൽ അഅ്നാബ, മുന്തിരി, വമിൻ കുല്ലി സമറാത്ത്, അതുപോലെ ധാരാളം എല്ലാത്തരം പഴങ്ങളും എല്ലാം അവൻ ആ മഴ കൊണ്ട് ഒരൊറ്റ വെള്ളത്തിൽ, ഒരേ വളം എന്നാൽ ഉണ്ടാകുന്നതോ വ്യത്യസ്തങ്ങളായ ചെടികൾ. ഇന്ന ഫീ ദാലിക ലആയതൻ, തീർച്ചയായും അതിൽ ആയത്തുണ്ട്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക്. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവും പകലും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ രീതിയിൽ കണക്ക് കൂട്ടി കണക്കില്ലേ. നമുക്കിപ്പം രാത്രി ഒരു വർഷത്തിൽ എല്ലാ ദിവസവും രാത്രി എത്ര മണിക്കാണ്, പകൽ എത്ര മണിക്കാണെന്ന് ഓരോ നാട്ടിലെയും സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് കൃത്യതയുള്ളത് കൊണ്ടാണ്. ഒരു സംഗതി അതിൽ യാതൊരു കൃത്യതയുമില്ല. ചില ദിവസം പെട്ടെന്ന് നേരം വെളുക്കുന്നതാണ്, ചില ദിവസം വൈകുന്നേരം കുറെ സമയം കഴിഞ്ഞിട്ട് നേരം വെളുക്കുന്നു, അടുത്ത ദിവസം. അങ്ങനെ ഒരു കൃത്യനിഷ്ഠയില്ലാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാവും പകലും കൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ? എത്ര മണിക്കാ നേരം വെളുക്കുക, എത്ര മണിക്കാ വൈകുന്നേരം ആവാന്നൊന്നും നമുക്ക് യാതൊരു രീതിയിലും കണക്കൂട്ടാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം എത്രമാത്രം പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലാഹു, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. വശംസ വൽ ഖമർ, ശംസിനെയും ഖമറിനെയും കീഴ്പ്പെടുത്തി തന്നു. നുജൂമു മുസഖറാത്തും ബി അംരിഹി, നുജൂമാണെങ്കിലോ ചന്ദ്രൻ ബി മുസഖറാത്തും ബി അംരിഹി, ചന്ദ്രനല്ല, നക്ഷത്രങ്ങൾ. നുജൂമു എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. മുസഖറാത്തും ബി അംരിഹി, അവന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുന്നവയാണ്, വിധേയപ്പെടുന്നവയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ ദറഅ ലക്കും ഫിൽ അർളി, ഭൂമിയിൽ അവൻ സൃഷ്ടിച്ച പലതിലും, മുഖ്തലിഫൻ അൽവാനുഹു, വലിയ വ്യത്യസ്തങ്ങളായ, വിവിധങ്ങളായി അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യദ്ദക്കറൂൻ, ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, ഉൾക്കൊള്ളുന്ന, യദ്ദക്കറൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. വഹുവല്ലദീ സഖറൽ ബഹറ, ബഹറിനെ കീഴ്പ്പെടുത്തിയതും അവനാണ്, കടലിനെ കീഴ്പ്പെടുത്തുന്നു. ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ, ഫ്രഷായ ഇറച്ചി നിങ്ങൾ അതിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട്. കടലിലേക്ക് മനുഷ്യന് സഞ്ചരിക്കാനും അതിൽ വലയിട്ടിട്ടോ അല്ലെങ്കിൽ നീന്തിയിട്ടോ ഏത് രീതിയിലായാലും ശരി, അതിൽ നിന്ന് മത്സ്യബന്ധനം നടത്താനും മനുഷ്യന് സാധിക്കുന്നത് അവിടെയും അള്ളാഹു തആല കുറെ സിസ്റ്റങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. വതസ്തഖ്രിജു മിൻഹു ഹില്യതൻ തൽബസൂനഹ, നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കാനും വേണ്ടി. വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വതറൽ ഫുൽക,
മവാഖിറ ഫീഹി, അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നു. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യങ്ങളെ നിങ്ങൾ അന്വേഷിക്കും. കടലിലും അള്ളാഹിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അത് അന്വേഷിക്കാം, നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. എത്ര അല്ലേ, ഭൂമിയിലെ ഏറ്റവും വലിയ ഖനി എന്ന് പറയുന്നത് കടലാണ്. കരയിലുള്ളതിനേക്കാൾ എത്രയോ ഏറെ സാധനങ്ങൾ മനുഷ്യനുപകാരപ്രദമായ പലതും കടലിൻ്റെ അടിയിൽ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ പലതും മനുഷ്യന് എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. കടൽ എന്ന് പറയുന്നത് എത്രയോ വിശാലമായ വളരെ ഡീപ്പായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ അതിൽ പലതും എന്താണ്, നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ദൂരങ്ങളിലുമാണ്. വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാനും വേണ്ടി. വൽഖാ ഫിൽ അർദി റവാസിയ, ഭൂമിയിൽ അവൻ പർവ്വതങ്ങളെ നിലനിർത്തി. അൻ തമീദ ബിക്കും, ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ചലിക്കാതിരിക്കാൻ വേണ്ടി. വൻഹാറൻ വൻഹാറൻ പുഴകൾ, വസുബുലൻ വഴികൾ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലാവാൻ വേണ്ടി, നിങ്ങൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അള്ളാഹു തആല തന്നു. വഅലാമാത്തിന്, ഒരുപാട് വഴി അടയാളങ്ങൾ വേറെയും, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ സഞ്ചരിക്കുന്നതിനുള്ള വഴി അടയാളങ്ങൾ അങ്ങനെ മനസ്സിലാക്കാം. വബിന്നജ്മി ഹും യഹ്തദൂൻ, നജ്മു കൊണ്ടും അവർ വഴി കണ്ടെത്തുന്നു. നജ്മു എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ കൊണ്ടും അവർ വഴി മനസ്സിലാക്കും. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്നവരും സൃഷ്ടിക്കാത്തവരും ഒരുപോലെയാണോ? സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവരെ പോലെയാണോ? അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? വഇൻ തഅദ്ദൂ നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, അതിനെ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയുകയില്ല. ഇന്നല്ലാഹു ലഗഫൂറുൻ റഹീം, തീർച്ചയായും അല്ലാഹു തആല ഒരുപാട് പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് വേണ്ടത്ര നന്ദി ചെയ്യാൻ നമുക്ക് കഴിയാതിരുന്നാലും അള്ളാഹു തആല നമുക്ക് പുറത്തു തരും. പക്ഷെ നമ്മൾ അവനോട് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല അങ്ങനെ നന്ദി ചെയ്യുന്ന അടിമകളെ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.